ശൂർപ്പണയാഗമൻ. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരാവിലും നീടിനോരനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനി ചരീജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാംശിയാഖിതങ്ങള ഭംഗി തേടിയിടും പദപാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലെ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമാമകം പുക്കാൾ ബാലുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ബാലുഗോത്രജംഭവഭയനാശനം വരം മാനവവീരം മനോമോഹനം മായാമയം മാനസാഭവാസനം മാധവം മധുകരം ജാനകിയോടും കൂടെ വാണിയിടുന്നതോ കണ്ടു വീണകേതന ബാണപീരേയാളേറ്റം സുന്ദരാവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിരാവരനോട് മന്ദമായുര ചെയ്താൾ ആരടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടെന്നിവിടേക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജഡാമർക്കലാദികളെല്ലാം എന്തിനോ ധരിച്ചിരു താപസാവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട് നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണാഭഗിനി ഞാൻ ആഖ്യയാശോപണക കാമരൂപിണിയല്ലോ കരദൂഷണ കൃഷിരാക്കളാം രാധാക്കന്മാർ കരികെ ജനസ്ഥാനേ ഞാനിരിപ്പതോ സദാ നിന്നെ ഞാനാരെന്നതും അറിഞ്ഞീലതും പുനരെന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിരേ സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാം എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാ സീത ധന്യേ മന്ത്രാവായ ലക്ഷ്മണനിവനടോ എന്നാലെന്തൊരു കാര്യം നിനക്കു മനോഹരേ നിന്നുടെ മനോഹരം ചൊല്ലുക മടിയാതെ എന്നതോ കേട്ട നേരം ചൊല്ലിനാൾ ശാചരി എന്നോട് കൂടെ പോന്നു എനിച്ചു കൊള്ളേണം നീ നിന്നെയും പിരിഞ്ഞു പോവാൻ നമാശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവീരനവളോടരുൾ ചെയ്തിടിനാൻ ഞാനിക തപോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകും ഇവൾ എന്നുടെ പത്നിയല്ലോ മാനസേ പാർത്താൽ വിടുങ്ങിടരൂതും കൊണ്ടും സാത്തന്യോത്ഭവാ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെ ഒക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവരടോ മംഗള ശീലേനൂപനെത്രയും നിനക്കവോ നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതോ കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൽ എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം മന്നവനായ രാമൻ തന്നെ ദാസൻ ഞാനോ ധന്യേ നീ
ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിടകിലേശ്വരനായ രാമൻ തന്നോട് തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി. പിന്നെയും രഘുകുലനായകനോടു ചൊന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക. നല്ലു നിനക്കൊന്നു കൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാം. മന്നവ ജീവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടു കൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു പുലിയേറ്റായി വരൂ മനാരദം. ഇത്തരാം അവളുര ചെയ്തതു കേട്ട നേരം ഉത്തരാമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാലവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം അതിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണമവനതിനാരെന്നോ നിറഞ്ഞിരിക്കും നേരമിപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. വരുത്തും ദൈവമൊന്നു കൊതിച്ചാരിനി നിന്നെ വരിച്ചു കൊള്ളും അവനിയ സംശയമേടും. തെരിക്കും ഇനി കാലം കളഞ്ഞിടാതെ ചെയ്യുക കരത്തെ ഗ്രഹിച്ചിടും കടുക്കുന്നവനടോ. രാഘവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുലാചേതസ്സുടും ലക്ഷ്മണാന്തികേവേകാൽ. ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോട് ഇത്തരം പറഞ്ഞിടല്ലവരൂദേനീ. നിന്നിലേതുമൊരു കാംക്ഷയെന്നറിക നീ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും. പിന്നെയും അതു കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ടുപോകവോ മതി പ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ. മായാരൂപവും വേർപ്പെട്ട അഞ്ജനശൈലം പോലെ കായാകാരവും ഘോരകംശ്രയും കൈകൊണ്ടേറ്റം. കമ്പം ഉൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം. ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറായൂരിക്കാറും മുലയും മൂക്കുമെല്ലാം. ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാളത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊരിക്കൊണ്ടു. നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരുമഴുകിയാറുപോലെ ചോരയും ഒലിപ്പിച്ചു കാളരാത്രിയെ പോലെ. ഘോരയാമിശാചരി വേഗത്തിൽ നടകൊണ്ടാൽ. രാവണൻ തന്റെ വരുണ്ടിനിപ്പോളെന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ. ഖരവകം രാക്ഷസ പ്രവരനായിടിന ഖരൻ മുൻപിൽ പക്ഷമറ്റവനിൽ പർവ്വതം വീണ പോലെ. രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാശുകരൻ. മൃത്യുതൻ വക്രത്തിങ്കിൽ സത്വരം പ്രവേശിച്ച തത്ര എന്നോടെത്രയും വിരയേ. വീർത്തു വീർത്തേറ്റം വിറച്ചലറിതം ആർത്തി പോണ്ടോർത്തു വീത്യ ചൊല്ലിനാണവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരും ഉത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമൊരു കാമിനിയുണ്ടുകൂടെ സീതയെന്നവർക്കു പേർ. അഗ്രജൻ നിയോഗത്താനുഗ്രനാവരജൻ ഖഡ്ഗേന ഛേദിച്ചിതു മൽപുജാദികളെല്ലാം. ശൂരനായിടും നീ അവരെ കൊല ചെയ്തു
ചോര നൽകുകാതാകം തിരുമാറിനിക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്യിൽ ഇച്ഛ വന്നിടും നിശ്ചയം അറിഞ്ഞാലും എന്നിവ കേട്ടു കരൻ കോപത്തോടുര ചെയ്താൻ ദുർനയാമേറെയുള്ള മാനുഷ അകമന്മാരെ കൊന്നു മൽഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നതിനാശു 14 പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തീടെന്നാൽ ഇവരാഭൂതം വരുത്തിയിടും നിനക്കോ മടിയാതെ എന്നവളോടു പറഞ്ഞയച്ചാൻ കരനേറ്റം ഉന്നതന്മാരാം 14 രാക്ഷസരെയും ശൂലമുദ്ഗരാമുസരാതിശാപേഷു ഭിണ്ടിപാലാദിപരാധിതം ആയുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധരന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായി അടുത്താരതു നേരം വൃദ്ധവൈരേണ 14 ഒരുമിച്ചു ശസ്ത്രൗകം പ്രയോഗിച്ച ചുറ്റും നിന്നൊരിക്കലേ മിത്രഗോത്രോദ്ഭൂതനാം ഉത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രൗകം വരും നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവാം കണ്ണിച്ചുരൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാൻ ഓരോന്നിനാൽ ശൂർപ്പണകയും അതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി കരൻ മുമ്പിൽ വീണലറിനാൾ എങ്ങു പോയി കളഞ്ഞിരു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 ചൊല്ലി അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങി വരാതവണ്ണം പോയാട്ടക്കോട്ടവർ എന്നു ശൂർപ്പണകയും ചൊല്ലിനാളതു കേട്ടു വന്ന കോപത്താൾക്കരൻ ചൊല്ലിനാനതു നേരം പോരിക നിശാചർ 14,000 പോരിനു ദൂഷണനും അനുജൻ തൃശിരസും ഘോരനാം കരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം തൃശിരസും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും കരനും നടകൊണ്ടു വീരയോടു യുദ്ധം ചെയ്വതീനുടറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു നമ്മോട് യുദ്ധത്തിനു വരുന്നു രക്ഷോകരം ഘോരമായിരിപ്പോരു യുദ്ധവും ഉണ്ടാമിപ്പോൾ ധീരതയോടുമത്ര ഇതൊരു കാര്യം വേണം മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ടു വീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാനൊരുത്തനെ പോലും ഇവരെയൊക്കെ കൊല്ലുവാൻ മാനസേ നിനക്കു സന്ദേഹമുണ്ടായിടല മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെയാണയോ വിട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗർഭരാമകം പുക്കാൻ ശാപമാണങ്ങളെയും എടുത്തു പരികരമാകാനെന്ത ഉറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരം ആർത്തു വിളിച്ചു നത്തഞ്ചര ഒക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗകം പ്രയോഗിച്ചാൽ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിതു വേഗാൽ പുഷ്ടരാനേത്രന്മേൽ തൽക്ഷണം അവയെല്ലാം ഏതു കണ്ണിച്ചു രാമൻ രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു നിശിതഗ്രബാണങ്ങൾ തന്നാലഗ്രേവ നടുത്തൊരു രാക്ഷസാപടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണേനതു നേരം ഉഗ്രസന്നിധനായ രാമനോടടുത്തിരു
തൂകിനാൻ ബാണാഗണമവറ്റേ രഘുവരൻ വേഗേന ശരങ്ങളാൽ എൺമണിയെ പ്രായമാക്കി. 4 ബാണങ്ങളെയ്തു തുരകം 4 കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ. ചാപവും മുറിച്ചുടൽ കേതുവും കളഞ്ഞപ്പോൾ കോപേന കീഴിൽ നിന്നു ചാടി വീണാൻ. പിൽപ്പാടു ശതപാരായ സനിർമ്മിതമായ കൈപ്പേറുപരീതവും ധരിച്ചു വന്നാനവൻ. തൻവാക്കു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി തൽപരികത്താൽ പ്രഹരിച്ചിതു സീതാപതി. മസ്തകം പിളർന്നവനൊടിയിൽ വീണു സമവർത്തി ഭക്തനും പ്രവേശിച്ചിതു ദൂഷണനും. ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസ്സും ദോഷേണ 3 ശരം കൊണ്ടു രാമനെ എയ്താൻ. 3 ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ. 3 മെയ്തുടൻ മുറിച്ചിടിനാൻ ത്രിശിരസ്സും. 100 ബാണങ്ങളെയ്താൻ അന്നേരം ദാശരഥി 100 ഖണ്ഡിച്ചു 1000 ബാണമെയ്താൻ. അവയും മുറിച്ചവൻ ആയുധം ബാണമെയ്താൻ. അവനീപതി വീരനവയും നുറുക്കിനാൻ. അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാകങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ. അന്നേരം കരനാദിത്യാഭ തേടിടും രഥം തന്നിലാമാറു കരയേറിഞ്ഞാണൊഴിയിട്ടു. വന്നു രാഘവനോടു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നിനു മുറിച്ചിടിനാനവയെല്ലാം. രാമബാണങ്ങൾ കൊണ്ടും കരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരോദാനയായി. നിഷ്ഠുരാതരാമായ രാഘവാശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമേതാശൂഖരൻ. ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളവീടിനാനതു നേരം. താപസാദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താൽ. ജയിപ്പൂതാകാരാമൻ ജയിപ്പൂതാകയെന്നു ഭയത്തോടമരരും താപസന്മാരും ചൊന്നാൻ. തൽക്കാലേ കുംഭോത്ഭവൻ തന്നെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം. തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം മുഖ്യ വൈഷ്ണവാചാപം കൈക്കൊണ്ടു നിൽക്കും നേരം. ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ. അപ്പോൾ ഖണ്ഡിച്ചാൻ ഖരയുടെ ചാപവും കവചവും കുണ്ടലാഹാരാ കിരീടങ്ങളും നരക്ഷണാൻ. സൂതനെ കൊന്നു തുരകങ്ങളും തേനും പൊടിച്ചാതിനായകനടുത്തിടിനാനേരത്തിങ്കൽ. മറ്റൊരു തേരിൽ കരയേറിനാനാശോഖരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവനതും. അപ്പോൾ പിന്നെയും ഗതയുമായി അടുത്താനാശോഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലതും രാമൻ. ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്നിനസ്ത്രപ്രയോഗം തുടങ്ങിയിടിനാൻ കരൻ. ഘോരമാം ആത്മേയാസ്ത്രമെയ്തതു രഘുവരൻ വാരുണാസ്ത്രേണ തടുത്തിടിനാനിലശ്രമം. പിന്നെ കൗബേരാമസ്ത്രം മെയ്തടൈ ഇന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ണു രാക്ഷസാവീരൻ. നൈരടമസ്ത്രം പ്രയോഗിച്ചിതു യാമ്യാസ്ത്രേണ വീരനാരഘുപതി തടുത്തു കളഞ്ഞപ്പോൾ. വായവ്യമയച്ചതു മൈനാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസാവീരൻ. ഗാന്ധർവമയച്ചതു ഗൗരികാമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ.
ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ വാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീഷ്ണമാം മൈഷീകാസ്ത്രം എയ്തതോ രഘുപതി വൈഷ്ണവാശ്രേണ കളഞ്ഞാശുമോ നമ്പുതന്നാൽ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു എരുമെ പേരും പൊടിപ്പെടുത്തു കളഞ്ഞപ്പോൾ യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിടുന്ന നേരം ഇന്ദ്രദൈവതാമസ്ത്രം അയച്ചോരളാവു ചെന്നില്ലാരി തലയറുത്തിടിനാൻ ജഗന്നാഥൻ വീടിതു ഗംഗാനഗരോത്വരദ്വാരേ തല തൂങ്ങി തൂക്കിതു വന്നു കാണവോ മറുനേരം കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കുണ്ഠഭാവേനമെന്നു സംശയം തുടങ്ങിനാർ ഖരദൂഷണ വിശരാക്കളാശാല് അവരും 14,000 മരിച്ചിതു നാഴിക 3:45 കൊണ്ടു രാഘവൻ തന്നാലൂരിയിൽ വീണാളല്ലോ രാവണാഭഗിനിയും മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതോ നേരം ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പോക്കൽ നിന്നു മനസേ പുനരവരേവരുന്നതു നേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം കൊണ്ടുകൂപ്പി സ്തുതിച്ചാർ പരതരം നമസ്തേ പദാംബുജം രാമലോകാഭിരാമ സമസ്താപാപഹരം സേവഭാവിഷ്ടപ്രദം സമസ്തേശ്വരാദയാവാരികേ രഘുപദേ വ്യതിചീടണം ചിത്തം ഭവതീ രമാപദേ ഉൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനീജന ഉത്ഭവമരണ ദുഃഖങ്ങളെ കളയുന്നു മുൽപാടു മഹേശനെ തപസു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുന്നിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാരവൃക്ഷ മൂലഛേദന കുഠാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂലം ഓത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം യാമിനി ചരന്മാരായി ജനിക്കാൻ നിങ്ങളിനി രാമനായ അവതരിച്ചിടുവൻ ഞാനും ഭൂമോ രാക്ഷസാദേഹന്മാരാ നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവരില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരനതു മൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം ആനന്ദ സ്വരൂപന നിന്ദിനോവളീനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും കൊണ്ടു സാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയമന പ്രാണാഹങ്കാരാദികൾ ഒക്കവേ സാക്ഷിഭൂതനായതോ പരമാത്മാ ജാഗ്രത് സ്വപ്നാഖ്യാദ്യവസ്ഥാഭേദങ്ങൾ കുമീരേ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ബാലകൗമാരാദികളാഗമാഭായികളാം കാലാദിവേദങ്ങൾക്കും സാക്ഷിയായി നീതേ നിൽക്കും പരമാത്മാവോ പരബ്രഹ്മാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശം ജഗൽകാരണൻ ദാശരഥി രാഘവൻ 3:45 കൊണ്ടുകൊന്നാൻ വേഗേന 14 സഹസ്രം രക്ഷോഭനം സൗമിത്രി സീതാദേവി തന്നോട് കൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ ശസ്ത്രവുക നികൃത്ത
പ്രവൃദ്ധമാം പാത്രവിഗ്രഹം കണ്ടു മുക്തബാഷ്പോദം വിദേഹാത്മജാമന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി കുറിപ്പിച്ചിടിനാളൊക്കവേ കുന്നോമതിൽ വടുവും മാച്ചേടിനാൻ രക്ഷോവീരന്മാർ വീണു കിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജാകൃതി വിസ്മയം തേടിയിടിനാൻ രാവണൻ തന്റെ വരവുണ്ടിരിപ്പോളെന്നു ദേവദേവനോ മനു ചെയ്തിരുന്നരുളിനാൻ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നി മുനീവരന്മാരോട് ചൊല്ലിയിടണം യുദ്ധം ചെയ്തതും കരാഭൂഷണാകൃശിരാക്കൾ സിദ്ധിയെ പ്രവചിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരിയെന്നു പാപനാശനേനരുൾ ചെയ്തയൊരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാൻ അമിത്രാന്തരൻ ധരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താലിനി കാലം വൈകാതെ ഒടുങ്ങിയതും അമർത്യാവൈരികളെന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാൻ പല രാശികൾ മായ തട്ടായി വന്നു പേർക്കും അങ്കുലീയവും ചൂടാരത്തവും കവചവും അങ്ങേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാൻ ലക്ഷ്മണേനവാമൂന്നും കൊണ്ടുവന്നാശൂരാമൻ തൃക്കാൽകളിൽ വെച്ചു തൊഴുകിടിനാൻ ഭക്തിയോടെ അങ്കുലീയകാമെടുത്തമ്പുജാവിലോചനൻ അങ്കുലത്തിൽ നേരിട്ടു ചൂടാരത്നവും പിന്നെ മൈതിരി തനിക്കു നൽകിയിടിനാൻ കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാനരുളിനാൻ ശൂർപ്പണഖവിലാപം രാവണാഭഗിരിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൻ സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വിണ്ണുടൻ മുറയിട്ടാൾ മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവനൂര ചെയ്താൻ എന്തിനു വത്സേ ചൊല്ലിയിടനോട് പരമാർത്ഥം വ്യക്തമുണ്ടായതെന്തോ വൈരൂപ്യം വന്നിടുവാൻ ശക്രനോ കൃതാന്തനോ കാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാൻ ഒടുക്കുവൻ സത്യം ചൊല്ലുന്ന നേരം അവളൂര ചെയ്താളെത്രയും മോഹൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ ശ്രീജിത കൃഷടനെന്തറിഞ്ഞിരിക്കുന്നു രാജാവൻ എന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥ ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്തു കിടന്നീടല്ലായ്പോഴും കേട്ടതില്ലയോ കരദൂഷണാതൃശൈരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും പ്രഹരാധേനാരാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാ എന്തൊരു കഷ്ടമോർത്താൻ എന്നതോ കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോട് ചൊല്ലിയിടവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലാവൻ കൊല്ലുവാനെന്നോം എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവാൻ അവനെ ഞാൻ സോദരി ചൊന്നാളതു കേട്ടു രാവണനോടു യാതുദാനാധിപതി കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടുതാനെ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമി തടം പുക്കെ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കും നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേ ജഗദാശ്രയാഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസാവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാധരാമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും
ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാലുവേള വണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവ നാഗമാനുഷ നാരിമാരിൽ ഏവം കാണാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവി താനും ഗൗരിയും വാണി മാതും ഇന്ദ്രാണി താനും മറ്റുള്ള അപ്സര ശ്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവിടെ വഴി പോലെ കാണുമ്പോൾ അനങ്കനം ദേവതായവളല്ലോ. തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്നു കൽപ്പിക്കാം വികൽപ്പമില്ലൽപ്പവും ഇതിനിപ്പോൾ. തൊൽപത്നിയാക്കിയിടുവാൻ തക്കവളവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ. മൽക്കുജാനാസാകർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവാനിയോഗത്താൽ. വൃത്താന്തം ഖരനോട് ചെന്നു ഞാൻ അറിയിച്ചേൻ യുദ്ധാർത്ഥം നക്തഞ്ചരാനിയോടും അവൻ. രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക 3 കൊണ്ടവനൊടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിയിടുതിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൻ. കണ്ണൻ നേർമിഴിയാണാം ജാനകി ദേവിയിപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. ത്വത്സാകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവാണ്ണം ഉത്സാഹം ചെയ്തിടുകിലെത്രയും നന്നു ഭവാൻ. തൽസാമർത്ഥ്യങ്ങളെല്ലാം പൽപാക്ഷിയാകും അവൻ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈക്കും നേരെ നിൽക്കരോതെതിർക്കുമ്പോൾ. മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനാകാട്ടി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാഗരാവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തന്നെ മടിയറ തന്നിലങ്ങകം ബുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്രമോർത്തോളമിതാമൊരു മത്തിനാൽ 3.25 നാഴിക നേരം കൊണ്ടു. ശക്തനാ നക്തഞ്ചര പ്രവരർ കരന്താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരീരുവരും ഭക്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമനെന്നതോ നൂനം. ഭക്തവത്സരനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ. ദാതാവ് മുന്നം പ്രാർത്ഥിച്ചൊരു കാരണമിന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ. എന്നെ കൊല്ലുവാനൊരും വെട്ടുവന്നാലെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസാരാജ്യം നിന്നാൽ അല്ലടിയൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൻ. കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേടനാനൊന്നുകൊണ്ടും. ഇത്തമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടു കൂടത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞതാ രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ. വിദ്വേഷബുദ്ധ്യാരാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. രാവണമാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിരു ചിത്രഭാനുവും ഉദയാതെ മൂർധനി വന്നു. തേരതിലേറിയിടിനാൻ ദേവസംശയാവൈരീ പാരാതെ പാരാവാരപാരമാം തീരം തത്ര. മാരീചാശ്രമം പ്രാപിച്ചിടിനെ അനധികൃതം ഘോരനാം
ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കരാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ. രാമരാമേരി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവിനാമാരീജനം ലൗകികാത്മനാഗ്രഹത്തിങ്കലാകതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടെ ഉത്ഥാനവും ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീജനും എന്തൊരാഗമനവിദേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യം അല്ലെങ്കിലോ ഞാനും തവ നല്ലതോ വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാലാരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടും നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ. രാമലക്ഷ്മണന്മാരെന്നിരുവരിതു കാലം കോമളാഗാത്രിയായോരങ്കനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവരാലെന്നുടെ ഭഗിനി തൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതോ 14,000 അവരെയും നിന്നു താനേകനായിട്ടെതിർത്തു രണത്തിങ്കൽ കൊന്നിതോ 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോൾ കൊണ്ടിങ്ങു പോന്നിടുവാനതിന്നു നീ. ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താപ്പു വാമഗാത്രിയേയപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കും മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയാമേതും. പങ്ക്തികന്ധരാവാക്യം കേട്ടുമാരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോലും ശത്രുവാകുന്നതവൻ നല്ലതോ നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാലിൽ നല്ലതല്ലേതും നിനക്കി തൊഴിലറിക നീ. രാമചന്ദ്രനിലുള്ള വീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നാരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതീവീരനായുള്ളു ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനീശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനേനരും ചെയ്തിരു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു ദയാനിതേ. നിന്ദിരൂവടി തന്നെ മാനുഷാവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെയെന്നു സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ.
പോയാലും പുരം പൂക്കു സുഖിച്ചു വസിക്കണി മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സരൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ, നേരത്തെ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാരവിന്ദോദ്ഭവൻ തന്നോടു സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ. പിന്നെ യവണ്ണമല്ലെന്നാക്കുവാനാളാരടോ നന്നു നിന്ന ജ്ഞാനം ഞാനിങ്ങനെ ഓർത്തിയിലൊട്ടും. ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല മൂലം, ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോയിക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റി കൊണ്ടെങ്ങു പോന്നിടുവൻ, പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാവിൽ എന്നുടെ വാഴ്പൂണാക്കിയിടുന്നതുണ്ടെന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചതു മാരീജനം. നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ. രാമസായകാമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ച മോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജ ഭവാനാജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു. ഗീതാകൃതി കലർന്നൊരു പൊന്നിറാമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തി കന്ധരൻ തേരിലാമാറു കരേറിനാൻ, ചെന്താർവാണനും തേരിലേറിനാനതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനും അന്ധനായി ചമഞ്ഞിതോ. മാരീജൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുക്തഭാവത്തോടോരോ ലീലകൾ കാട്ടി കാട്ടി കാട്ടിലുൾ പൊക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയു മനുരാഘഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവനാശ്രമ സ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഘേന്ദുമുഖേ സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിജേഷ്ഠിതം അറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേകാന്തേ കാന്തേ കേൾനീ. രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകജേ. നീയൊരു കാര്യം വേണം അതിനു മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്നി മണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്കനീ ധന്യേ രാവണവധം കഴിഞ്ഞു കൂടുവോളം. ആശ്രയാശങ്കലോരാണിരുന്നീടനം ജഗന്താശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകീ ദേവി താനും കോമളഗാത്രിയായ മായാസീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതോ മഹാ വിഷ്ണുമായയുമപ്പോൾ. പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതോ മഹാ വിഷ്ണുമായയുമപ്പോൾ. പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതോ മഹാ വിഷ്ണുമായയുമപ്പോൾ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ
കൽപ്പനാ വാ പ്രകൃതി സ്വഭാവ കരോമി യജ്ഞം സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിദിതമോദിതം വാ സർവമേ തക്ഷമസ്വ ശിവ ശിവ കരുണാദേ ശ്രീ മഹാദേവ ശംഭോ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.